ഹായ് ഗായ്സ്, നിങ്ങൾ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിന് ഹൈ കാർബ് മീൽ കഴിക്കുന്ന ഒരാളാണ്. ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. അതായത് നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിന് അരിഭക്ഷണം കൂടുതൽ കഴിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അതിൽ കൂടുതലും കാർബോഹൈഡ്രേറ്റ് അല്ലേ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇത്രയും എമൗണ്ട് കാർബോഹൈഡ്രേറ്റ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയത്ത് കഴിക്കുന്ന സമയത്ത് വെച്ചാൽ ഇത് ഡൈജഷൻ്റെ സമയത്ത് ഈ കാർബോഹൈഡ്രേറ്റ് ഹൈ ഗ്ലൂക്കോസ് ആണ് നിങ്ങളെ ബ്ലഡിലേക്ക് റിലീസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഗ്ലൂക്കോസിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ബോഡി എന്ത് ചെയ്യും? പാങ്ക്രിയാസിൽ നിന്ന് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഇത് നിങ്ങൾ ലോങ് ടൈമിൽ ഇത് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ ബ്ലഡിൽ ഇൻസുലിൻ്റെ എമൗണ്ട് കൂടും. കാരണം പറഞ്ഞാൽ ഹൈ ഗ്ലൂക്കോസ് വരുന്നതനുസരിച്ച് ബോഡി ഇതിന് റിയാക്ട് ചെയ്യും. അങ്ങനെ ലോങ് ടൈമിൽ നിങ്ങളെ ബ്ലഡിൽ ഇൻസുലിൻ ഹൈ ആയി കഴിഞ്ഞാൽ ഇതിന് പറയുന്ന ഈ സിറ്റുവേഷന് പറയുന്നതാണ് ഇൻസുലിൻ സ്പൈക്ക്. ഇൻസുലിൻ സ്പൈക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോങ് ടൈമിൽ വരുന്ന ഒരു സൈഡ് എഫക്റ്റ് ആണ് ടൈപ്പ് 2 ഡയബറ്റിക്, അതുപോലെ തന്നെ ഒബേസിറ്റി, വെയിറ്റ് ഗെയിൻ, അതുപോലെ തന്നെ വേറൊരു സൈഡ് എഫക്റ്റ് ആണ് ഹാർട്ട് ഡിസീസ്. അപ്പോൾ നിങ്ങൾ ഈ ഇൻസുലിൻ സ്പൈക്ക് എങ്ങനെ കൺട്രോൾ ചെയ്യാന്ന് വെച്ചാൽ നിങ്ങൾ മീൽ എടുക്കുന്ന സമയത്ത് അതിൽ ഹൈ പ്രോട്ടീൻ, ലോ കാർബ്, അതുപോലെ തന്നെ ഹെൽത്തി ഫാറ്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള മീൽ എടുക്കാൻ മാക്സിമം ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതിപ്പോൾ എങ്ങനെ ഒരു ബാലൻസ് ആയിട്ടുള്ള ഒരു ഡയറ്റ് പ്ലാൻ എങ്ങനെ ചെയ്യാം എന്നുള്ളതിനെ പറ്റി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, എന്നെ ഫോളോ ചെയ്തിട്ട് എനിക്ക് DM ചെയ്യാം. ഓക്കെ, ബാക്കി ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം പറഞ്ഞുതരാം.